Hello students, we can do the question 9a. Use either epsilon delta definition of limit or sequential definition. അത് നമ്മൾ പഠിച്ചിട്ടില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ലിമിറ്റ് നമുക്ക് ചിലപ്പം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് പറയാവുന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും. പക്ഷെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. യൂസ് എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്പ് എന്ന് പറയും. അപ്പോൾ ഡയറക്റ്റ് ഡെഫിനിഷൻ ഉപയോഗിക്കാതെ മാർഗ്ഗമില്ല. അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ പ്രൂവ് ചെയ്യണം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9a ആണ്. ലിമിറ്റ് x tends to 2 1 by 1 minus x equal to 1 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെ നമ്മൾ ആദ്യത്തെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 എന്നൊക്കെ സാധാരണ കൊടുക്കുന്നിടത്തൊരു അങ്ങനെ കൊടുക്കാനൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അത് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഇവിടെയുള്ള വാല്യൂസ് നോക്കി സി ഫംഗ്ഷൻ എൽ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാം. ഹിയർ സി ഈക്വൽ ടു 2, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by 1 മൈനസ് എക്സ്. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. പക്ഷെ ഇഷ്യൂ വരുന്നത് നമ്മൾ മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 സെറ്റ് ചെയ്താൽ ശരിയാകത്തില്ല എന്നുള്ളതാണ്. ദെൻ എൽ ഈക്വൽ ടു 1 മൈനസ് 1 ഈക്വൽ ടു -1 എന്ന് പ്രൂവ് ചെയ്യാനാവും. എൽ ഈക്വൽ ടു -1 പ്രൂവ് ദാറ്റ് 1 by 1 മൈനസ് എക്സ് ഈക്വൽ ടു -1 അങ്ങനെ കറക്റ്റ് ചെയ്ത് വായിക്കാം. ദെൻ ഫസ്റ്റ് വി റൈറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ. ഇനിയിപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എൽ എഴുതണം നിർബന്ധമില്ല. എഫ് എക്സിന്റെ പൊസിഷനിൽ 1 by ഇത് നമ്മൾ എഴുതി നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പണി. അതിനെ ഇവിടെ എന്താ സി ഈക്വൽ ടു 2 എക്സ് മൈനസ് 2ന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാവോ നോക്കുക. 1 by 1 മൈനസ് എക്സ് മൈനസ് ഓഫ് -1 ദാറ്റ് ഇസ് +1 ദിസ് മോഡുലസ് ഈക്വൽ ടു എന്തായിട്ട് നിങ്ങൾക്ക് അറിയാം. 1 മൈനസ് എക്സ് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് നമ്മൾ എടുക്കും. ന്യൂമറേറ്ററിൽ 1 + 1 മൈനസ് എക്സ് എന്ന് കിട്ടും. 1 + 1 മൈനസ് എക്സ് ഈസ് 2 മൈനസ് എക്സ്. 2 മൈനസ് എക്സിന്റെ മോഡുലസും എക്സ് മൈനസ് 2ന്റെ മോഡുലസും ഒന്നാണ് എന്ന് നിങ്ങൾക്കറിയാം. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 1 മൈനസ് എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം, എക്സ് മൈനസ് 1 എന്ന് വേണമെങ്കിൽ എഴുതാം. മോഡുലസ് ആയതുകൊണ്ട് ഇതിൽ രണ്ടിൽ ഏതാണെങ്കിലും തെറ്റൊന്നുമില്ല. ഞാൻ രണ്ടും തിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് 1 മൈനസ് എക്സ് നെട്ടതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകും. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2ന്റെ ടെസ്റ്റ് സി ഈക്വൽ ടു 2. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ കെ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി എന്ന് കിട്ടുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയാൻ പറ്റും. അത്ര മാത്രം കിട്ടിയാലും മതി. ഇങ്ങനെ കിട്ടിയാൽ തന്നെ പറയാം. പക്ഷെ അതിന്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെ ലെസ് ദാൻ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ഓഫ് ഫൈൻ ഡെൽറ്റ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് ഇതിനെയും കെ അഡ്ജസ്റ്റ് ചെയ്ത് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതുന്നതാണ് നമ്മളുടെ കംപ്ലീറ്റ് പ്രൂഫ് എന്ന് പറയാം. അപ്പൊ നമുക്കതെങ്ങനെ സാധ്യമാകും എന്ന് നോക്കാം. ഇവിടെ ഞാൻ മോഡൽ സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ എക്സ് ടെൻസ് ടു 2 സപ്പോസ് ദാറ്റ് ദിസ് ഇസ് എക്സ് ഈക്വൽ ടു 2. അപ്പൊ 2ന്റെ ഡെൽറ്റ നെയ്ബർഹുഡ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ 1 യൂണിറ്റ് മൂവ് ചെയ്തു. 2 + 1 3, 2 - 1 1 ഇങ്ങനെ മൂവ് ചെയ്താൽ മോഡുലസ് ഓഫ് നമ്മൾ സാധാരണ എടുത്തതുപോലെ ഈ വാല്യൂവിനെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 മൂവ് ചെയ്യുന്നത് ലെസ് ദാൻ 1 എന്നെടുത്തായിരുന്നെങ്കിൽ അത് എക്സ് മൈനസ് 1 ലെസ് ദാൻ എക്സ് മൈനസ് 2 അങ്ങനെ എടുത്തായിരുന്നെങ്കിൽ എന്നാ പറയുന്നത് ലെസ് ദാൻ 1 എന്നാവും. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 + 1 3. അപ്പൊ അതാണ് 1 3 ഇടയ്ക്ക് പോകും. എക്സ് ഈക്വൽ ടു 1 തുടങ്ങി എക്സ് ഈക്വൽ ടു 3 വരെ 1 വെഡ്ത്തിലാണെങ്കിൽ മൂവ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിലാണ് എക്സ് മൈനസ് 1 കിടക്കുക. നമുക്ക് സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്ന് എഴുതണം. ദിസ് ഈസ് ലെസ് ദാൻ സം വാല്യൂ ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 എന്ന് നമുക്ക് എഴുതണം. അത് എഴുതണമെങ്കിൽ ഇത് മാറണം. ഡിനോമിനേറ്ററിൽ ക്വാണ്ടിറ്റി വന്നിരിക്കുന്നതുകൊണ്ട് ലെസ് ദാൻ എഴുതണമെങ്കിൽ ഇതിന്റെ ചെറിയ വാല്യൂസ് കൊടുത്താൽ അതിനേക്കാളും ഇതിന്റെ വലിയ വാല്യൂസ് കൊടുത്താൽ 3 കൊടുത്താൽ 3 - 1ന്റെ മോഡുലസ് 2, 1 കൊടുത്താൽ 1 - 1ന്റെ മോഡുലസ് 1 കൊള്ളിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ ഏതാ കൊടുക്കേണ്ടത്, നമുക്ക് വാല്യൂവിന്റെ ഏറ്റവും വലുത് എഴുതണ്ടേ. ഏറ്റവും വലുത് എഴുതണമെങ്കിൽ ഡിനോമിനേറ്ററിൽ ചെറിയ വാല്യൂ വരണം. അപ്പൊ ഈ സൈഡിൽ നിന്നാണ് കൊടുക്കേണ്ടിയിരുന്നത്. ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ഇന്റർവൽ 1 3 നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് ഇതിന്റെ പ്രശ്നമാണ്. എക്സ് മൈനസ് 1 എടുക്കുന്നത്. എക്സ് മൈനസ് 1 കിടക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ ഇത് ഇൻഫിനിറ്റ് ആയി പോകും. എക്സ് ഈക്വൽ ടു 1 മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1നെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ വലിയ വാല്യൂകൾ വരും. അപ്പൊ ഡിനോമിനേറ്റർ ചെറുതാവുകയാണ്. നമുക്ക് ഇതിന് കിട്ടുന്ന ഏതിനാ 1 by mod x minus 1 കിട്ടുന്ന ഏറ്റവും വലിയ വാല്യൂ ലാർജസ്റ്റ് വാല്യൂ കിട്ടിയാലേ നമുക്ക് ലെസ് ദാൻ എന്ന് എഴുതുള്ളൂ. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായോ?
modulus of x into modulus of x, some k into modulus of x minus 2 less than some k into modulus of x minus 2. Our value modulus of f of x minus l less than some k into modulus of x minus 2 എന്ന് എഴുതണ്ടേ. ലെസ് ദാൻ എന്ന് എഴുതണമെങ്കിൽ നമ്മൾ ഇവിടെ എഴുതുന്നത് നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വലുതായിരിക്കും. അപ്പോൾ നമ്മൾ മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ 1 തുടങ്ങി 3 വരെയുള്ള പോയിന്റ്സ് ആണ് എക്സ് ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഡിനോമിനേറ്ററിലാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 കിടക്കുന്നത്. അല്ലെങ്കിൽ 1 മോഡ് എക്സ് മൈനസ് 1ന്റെ ഏറ്റവും വലിയ വാല്യൂ കിട്ടണമെങ്കിൽ എക്സ് ചെറുതാവണം എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കണം. 1 തുടങ്ങി 3 വരെ എടുക്കുന്നെങ്കിൽ ഈ 1നെ എടുത്താൽ ഇവിടെ ഇൻഫിനിറ്റ് ആകാണ്. അപ്പൊ ഇൻഫിനിറ്റി വെച്ച് നമുക്ക് എഴുതത്തില്ല. കോൺസ്റ്റന്റ് കെ ഫൈനൈറ്റ് ആയിരിക്കണം, അത് എഴുതത്തില്ല. അപ്പൊ ആ പ്രശ്നം. അപ്പൊ ഡിനോമിനേറ്ററിൽ ഇത്തരം വാല്യൂ എന്ന് വരുമ്പോൾ ഡിനോമിനേറ്റർ 0 ആകുന്ന ഒരു പോയിന്റ് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 എന്ന് പറയുന്നിടത്തോണ്ട് ആകാൻ പറ്റില്ല. അപ്പൊ ഇത് 1ൽ കൂടുതൽ മോഡുലസ് വെച്ചാലും ഇങ്ങനെ പുറത്തേക്ക് പോകും, അപ്പോഴും അവിടെ 1 ഉണ്ടായിരിക്കും, അത് പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്ക് വരണം. അകത്തേക്ക് വരാൻ പലതരത്തിൽ വരാം. ഞാനിപ്പം 1 ഒഴിവാക്കണമെന്നേ ഉള്ളൂ. നമുക്ക് 3/4 വിട്ട് സെലക്ട് ചെയ്യാം. 1ന് തൊട്ടടുത്തൊരു പോയിന്റ് ഏതാണെന്ന് ഇവിടെ നിന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഓപ്പൺ ഇന്റർവൽ 1, 3 എടുത്തിരുന്നത്. അപ്പൊ നമുക്കിത് 0.9 എന്നൊക്കെ വേണമെങ്കിൽ 0.9 വിട്ടുള്ള ഇന്റർവൽ എന്നൊക്കെ റെസ്ട്രിക്ട് ചെയ്യാം. പിന്നെ നമ്മൾ വളരെ എളുപ്പത്തിന് പെട്ടെന്ന് ചെയ്യാൻ 1/2 വിട്ടുള്ള ഒരു ഇന്റർവൽ ആണ് സെലക്ട് ചെയ്യുക. അപ്പൊ മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 എന്ന് സാധാരണ എഴുതുന്നതിന് പകരം ഇവിടുത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളുക. മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 എന്ന് എഴുതിയാൽ അവിടെ 1 ഒരു പോയിന്റ് ആണ്. ആ കാരണങ്ങൾ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റിന്റെ മറുവശത്ത് ആൻസർ ഉണ്ട്, നിങ്ങൾ നോക്കാറുണ്ടെന്നൊക്കെ എനിക്കറിയാം. അവിടെ മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1/2 എന്ന് എഴുതിയിട്ടുള്ളൂ. റീസൺസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇഫ് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1/2. അതിന്റെ കാരണം ഇതാണ്. ഇഫ് മോഡ് എക്സ് മൈനസ് 2 less than 1/2, it will not contain the point x equal to 1 for which the denominator equal to 0. Mod x minus 2 x equal to 1 not included for which the denominator is 0. For which denominator എന്ന് പറയണമെന്നില്ല. For which modulus of x minus 1 equal to 0. അത് 0 ആണെങ്കിൽ ഡിനോമിനേറ്റർ 0 ആയാൽ പിന്നെ ഈ ക്വാണ്ടിറ്റി ഇൻഫിനിറ്റ് ആവും, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് നോട്ട് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. മോഡ് എക്സ് മൈനസ് 1 ഇഫ് മോഡ് എക്സ് മൈനസ് 1 ലെസ് ദാൻ 1 എക്സ് ഈക്വൽ ടു 1 ഇൻക്ലൂഡഡ്. അപ്പൊ നമുക്ക് അതിലെ ലാർജസ്റ്റ് വാല്യൂ ബൈ ഡിവിഷൻ ബൈ 0 ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇഫ് mod x minus 1 less than 1/2, the point is x equal to 1 is not included, and we can replace this by a finite constant value. അപ്പോൾ ഞാൻ mod x minus 2 less than 1/2 എന്ന് എടുക്കുന്നത്. അന്നേരം എന്ത് കിട്ടും? -1/2 less than x minus 2. 1 തുടങ്ങി 3 വരെ ഉണ്ടാകുന്ന പ്രശ്നമില്ല. x minus 2 less than 1/2 എന്ന് കിട്ടും. 2 ആഡ് ചെയ്താൽ 2 minus 1/2 less than x less than 2 plus 1/2. പോയിന്റ്സ് എങ്ങനെ പോകും എന്ന് നിങ്ങൾ നോക്കുക. 2 minus 1/2 എന്ന് പറയുന്നത് 3/2 less than x less than 2 plus 1/2 5/2. 3/2 ഇവിടെ വരും. 2 minus 1/2 ഇതാണ് 3/2, ഇതാണ് 5/2. ആ റെഡിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഓപ്പൺ ഇന്റർവെലിന്റെ എൻ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ കണ്ടീഷൻ എ ഫോർ മോഡ് എക്സ് മൈനസ്. അത് വെച്ച് വേണം നമുക്ക് ഡെൽറ്റ ഡിഫൈൻ ചെയ്യാൻ. ഇനി നമുക്ക് ഇക്വേഷൻ 1ൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. 1/mod x minus 1 into modulus of x minus 2 എന്നാണ് കിടക്കുന്നത്. ഈ 1/mod x minus 1നെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുക. ഇക്വേഷൻ 1ൽ നിന്ന് ഫ്രം 1ൽ നിന്ന് എന്ത് കിട്ടും? ഫ്രം 1 ഏതാ? 1/1 minus x minus of minus 1 plus 1. ഇതാണ് fx minus l. ഇത് നമ്മുടെ f of x minus l. f of x minus l less than k into epsilon k into modulus of x minus 2 എന്നാക്കി എടുക്കണം. അപ്പൊ k അല്ല, x കിടക്കുക. x വേരിയിങ് ആണ്. 1 തുടങ്ങി 3 വരെയോ പറഞ്ഞ പോലെ 3/2 തുടങ്ങി 5/2 വരെയൊക്കെ വേരിയിങ് ആണ്. അപ്പൊ നമ്മളത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈസ് എന്നാ കിട്ടും? ഈസ് ലെസ് ദാൻ 1/1ൽ നിന്ന് കിട്ടിയേക്കുന്ന 1/mod x minus 1 into modulus of x minus 2 എന്നാണ് 1ൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിതിനെ ലെസ് ദാൻ എന്നല്ല, അവിടെ അത് ഈക്വൽ ടു എന്നല്ലേ, ഈക്വൽ ടു എന്നാണ് ഇവിടെ.
ലെസ് ദാൻ ആവുന്ന നമ്മൾ അതിന്റെ വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു. ഇനി നമ്മൾ ലെസ് ദാൻ എഴുതാൻ പോവാം. എഴുതണമെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ വാല്യൂ 3/2 തുടങ്ങി 5/2 വരെ 1 mod x - 1 mod x - 1 താഴെയാണ് എന്ന് ഓർത്തോണ്ട് എഴുതാൻ കിട്ടാവുന്ന ഇതിന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാല്യൂ എഴുതണം. ഏറ്റവും ഇത് ഡിനോമിനേറ്ററിൽ ഈ വാല്യൂ എടുക്കുന്നുണ്ട്. ഏറ്റവും വലുത് കിട്ടുക ഈ സൈഡിലായിരിക്കും. അപ്പൊ ഏറ്റവും വലുത് കിട്ടുക 1 മോഡുലസ് ഓഫ് 3/2 - 1. ഡിനോമിനേറ്റർ ചെറുതാകുമ്പോൾ വാല്യൂ വലുതാവും. അതുകൊണ്ട് ഡിനോമിനേറ്റർ ഏറ്റവും ചെറിയ 3/2. ഈ ഇന്റർവെല്ലില് മോഡുലസ് ഓഫ് x - 2 ലെസ് 1/2 എക്സ് വാല്യൂസിൽ ഏറ്റവും ചെറുതിട്ട് കൊടുക്കുന്നു. ഇൻറ്റു മോഡുലസ് ഓഫ് x - 2 എന്ന് എഴുതാം. 3/2 - 1/2 എന്ന് പറയുന്നത് 1/2. That is, this is less than 2 into modulus of x - 2. ഇത് 2 into mod x - 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതുകൊണ്ട് തന്നെ ചെയ്യണം. ഇനി mod x - 2 ലെസ് ദാൻ നമ്മൾ കണ്ടീഷൻ വെക്കുവാണ്. if mod x - 2 ലെസ് ദാൻ ഇവിടെ എന്താ 2 into എന്ന് എടുക്കണം. അപ്പോൾ എപ്സിലോൺ കിട്ടിയാൽ ഡെൽറ്റ എങ്ങനെ സെലക്ട് ചെയ്യണം? 1/2 താഴെയാകണം mod x - 2. പിന്നെ ഇവിടുത്തെ കണ്ടീഷൻ അനുസരിച്ച് ഇവിടെ ഒരു കോൺസ്റ്റന്റ് 2 വന്നിട്ടുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടി epsilon/2 താഴെയാണ്. if mod x - 2 ലെസ് ദാൻ epsilon/2 this is less than ഏതായാലും അതോടെ തീരില്ല എന്നുറപ്പായ സ്ഥിതിക്ക് നമുക്ക് ഇതാണ് ഈ സ്റ്റെപ്പാണ് ഞാൻ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ദിസ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1/3/2 - 1 1/1/2 into modulus of x - 2 which is less than 2 into modulus of x - 2. നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എഴുതണം. ലെസ് ദാൻ 2 into എന്താ വേണ്ടത്? epsilon/2 എന്ന് എഴുതിയ. അങ്ങനെ എഴുതണമെങ്കിൽ എന്നാ വേണം? if mod x - 2 ലെസ് ദാൻ epsilon/2. ഇത് epsilon/2 താഴെയാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പൊക്കോളും. അപ്പോൾ നമുക്ക് ഈക്വൽ ടു എപ്സിലോൺ എന്ന് എഴുതാം. 2 ക്യാൻസൽ ചെയ്ത് ഈക്വൽ ടു എപ്സിലോൺ. മോഡുലസ് ഓഫ് 1/1 - x + 1 is less than എപ്സിലോൺ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ പറയുക? given epsilon greater than 0 അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്. given epsilon greater than 0 select delta. എങ്ങനെ ഡെൽറ്റ സെലക്ട് ചെയ്യണം? mod x - 2 ലെസ് ദാൻ 1/2 ആണെങ്കിൽ ഈ ഡിനോമിനേറ്ററിലെ പ്രശ്നം ഒഴിവാകത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് വേണം കണ്ടീഷനെ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ എഴുതാൻ ഈ കണ്ടീഷൻ ബിയിൽ പറയുന്ന കണ്ടീഷൻ നമുക്ക് വേണം. അത് രണ്ടുകൂടെ വെച്ചിട്ട് നമ്മൾ ഡെൽറ്റ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് സാധാരണഗതിയിൽ 1 പറയുന്നതിന് പകരം ഇവിടെ 1/2 ആ പോയിന്റ് 1നെ ഒഴിവാക്കാൻ. 1ൽ എന്താ പ്രശ്നം? 1 - 1 ഡിനോമിനേറ്റർ 0 ആവുന്ന പ്രശ്നം. 1/2ന്റെയും ഇവിടെ ഇത് എപ്സിലോൺ എഴുതാൻ വേണ്ടി epsilon/2ന്റെയും മിനിമം ആയിട്ട് ഡെൽറ്റയെ സെലക്ട് ചെയ്താൽ ഡെൽറ്റ ഇതിന് മിനിമം. അപ്പോൾ mod x - 2 ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് mod x - 2 ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് ഇതിന് രണ്ടിന്റെ മിനിമം 1/2നെക്കാട്ടിലും ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ എയിൽ വെച്ച് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. epsilon/2നെക്കാളും ചെറുതാണ്. അതുകൊണ്ട് അവസാനം വരുമ്പോൾ നമുക്ക് ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം. ഇംപ്ലൈസ് മോഡുലസ് ഓഫ് 1/1 - x + 1 is less than epsilon. Therefore we can say that limit x tends to 2 ശരിയായി mod x - 2 limit x tends to 2 1/1 - x equal to -1 എന്നതിനെ കാൽക്കുലേറ്റ് ചെയ്യണം. L equal to -1 അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടൊന്നുമില്ല. സോ limit x tends to c f of x equal to L എന്ന് പറയുന്ന പോലെ limit x tends to 2 1/1 - x equal to -1. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എപ്സിലോൺ തന്നാൽ ഡെൽറ്റ ഇങ്ങനെ ഒത്തിരി വലിയ മുട്ടക്കാട്ടം വലുപ്പത്തിലൊന്നും വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ഡെൽറ്റ ആ സിക്ക് ചുറ്റും ആയാൽ മതി. അത് ചെറിയ ഏരിയയിലാണെങ്കിലും കുഴപ്പമില്ല. ഒരു എപ്സിലോൺ തന്നാൽ എപ്സിലോൺ ഈക്വൽ ടു 0.5 എന്ന് തന്നാൽ ഇവിടെ ഒത്തിരി വിടത്തിൽ ഡെൽറ്റ വേണമെന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 1/2നെക്കാട്ടിലും തന്നിരിക്കുന്ന epsilon/2നെക്കാളും ചെറിയൊരു ഡെൽറ്റ കൊടുക്കാൻ പറ്റും. ഈവൺ epsilon greater than 0 ഒത്തിരി വേണമെന്ന് പറഞ്ഞില്ല, ഒത്തിരി വലുതാവണമെന്ന് പറഞ്ഞിട്ടില്ല. ഈവൺ epsilon greater than 0 you have to find a delta. ഒരു ഡെൽറ്റ ആണ്. ഡെൽറ്റ നമുക്ക് ഇങ്ങനെ എടുക്കാം. 1/2 താഴെ ആയിരിക്കണം തന്നിരിക്കുന്ന epsilon/2 താഴെ ആയിരിക്കും. അപ്പോൾ epsilon/2 1/2 താഴെ അല്ലെങ്കിൽ നമ്മൾ 1/2 താഴെയാണ് നിർബന്ധം പിടിക്കുക. നമുക്ക് ഇത് വേണം. x equal to 1 അവിടെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പോൾ epsilon/2 1/2ന് മേളിലാണെങ്കിൽ നമ്മൾ 1/2നെയാണ് മിനിമം ഓഫ് 1/2 ആൻഡ് epsilon 1/2നെയാണ് ഡെൽറ്റ ആയിട്ട് സെലക്ട് ചെയ്യുക പോവാം. അപ്പോൾ എന്തായാലും ഈ കാണുന്ന റെഡ് ഏരിയയിലെങ്കിലും അല്ലെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതെങ്കിലും ചെറിയ ഇന്റർവൽസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും.
എപ്സിലോൺ വലുതായി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇന്റർവെൽ വലുതാവണമെന്നൊന്നും ഇല്ല. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഡെൽറ്റ മുഴുപ്പിൽ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. യു ഹാവ് ടു ഫൈൻഡ് എ ഡെൽറ്റ. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ. സോ ദാറ്റ് ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് 1/2.